വെൽക്കം ഫ്രണ്ട്സ്, നമുക്കിന്ന് കുറച്ച് മുളക് വിത്ത് പാകിയാലോ. നമ്മുടെ സീഡിങ് ട്രേയിൽ കുറച്ച് മുളക് വിത്ത് നമുക്ക് പാകാം. ഇനി മഴക്കാലമാണ് വരുന്നത്. മഴക്കാലത്തൊക്കെ മുളകിനൊക്കെ കീടബാധകളൊക്കെ കുറവായിരിക്കും. അപ്പോൾ ഇത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ. കാശ്മീരി ചില്ലി മുളക് അതിൻ്റെ അരി എടുക്കുന്നതിന് വേണ്ടി നമ്മൾ കത്തി കൊണ്ട് 1-2 കണ്ടിച്ച് കംപ്ലീറ്റ് അരി നമ്മൾ പേപ്പറിലിടുക. അതിനുശേഷം മുല്ലമൊട്ട് മുളക്, അതായത് നമ്മുടെ വെള്ളക്കാന്താരിയോട് സാമ്യമുള്ള മുല്ലമൊട്ട് മുളക് എന്ന വിളിപ്പേരുള്ള മുളകാണത്. ഈ മുളക് ഇഷ്ടം പോലെ ഉണ്ടാകും, നല്ല കൊല കുത്തി തന്നെ കായ്ക്കും. ഇതിത്തിരി ചകിരിച്ചോറാണ്. ഈ ചകിരിച്ചോറിലേക്ക് നമ്മൾ കുറച്ച് ചാണകപ്പൊടി മിക്സ് ചെയ്തതിന് ശേഷം, ഈ ഉണങ്ങിയ ചാണകപ്പൊടി മിക്സ് ചെയ്യുന്നതിലൂടെ നമ്മൾ മുളക് മുളച്ചതിന് ശേഷം ആ മുളക് ഒരു 4-5 ഇല പരുവമാകുന്നതുവരെ നല്ലൊരു വളമായിട്ട് ചാണകപ്പൊടി ഉപയോഗിക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് സൂഡോമോണസ്, കീടബാധകൾ, നമുക്ക് മുളകിൻ്റെ വിത്ത് മുളച്ച് വരുമ്പോഴുള്ള കീടബാധകളൊക്കെ ഒഴിവാക്കാൻ കുറച്ച് സൂഡോമോണസ് ഇടുക. പിന്നെ ഇത് കുറച്ച് വാമാണ് കേട്ടോ. വാമ് എന്ന് പറഞ്ഞാൽ വേരുപടലങ്ങളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകാൻ സഹായിക്കുന്ന ഒരു ഏജൻ്റാണ്. അതും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് സീഡിങ് ട്രേയിലേക്ക് ആക്കാം. ആ സീഡിങ് ട്രേയിൽ ആക്കിയതിന് ശേഷം നമ്മളത് ഒന്ന് ശരിക്ക് പരത്തി കൊടുക്കുക. ആ ട്രേയിലിട്ട് തന്നെ നമ്മൾ കൈകൊണ്ടൊന്ന് എല്ലാ ഹോളുകളിലും, സീഡിങ് ട്രേയിലെ എല്ലാ ഹോളുകളിലും എത്തുന്ന വിധത്തിൽ അതൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ഈ ചകിരിച്ചോറ് നമ്മൾ വെള്ളമൊഴിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം നമ്മൾ പിടിച്ചു നിർത്താൻ വേണ്ടിയും വാമ് വേരുപടലങ്ങൾക്ക് വേണ്ടിയും സൂഡോമോണസ് വേര് ചീയലിനെതിരെയുള്ള ഏജൻ്റായിട്ടും ഈ കമ്പോസ്റ്റിലൂടെ മുളകിന് പ്രയോജനപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഇത് എല്ലാം ചെയ്തതിന് ശേഷം ആ സീഡിങ് ട്രേ വയറൊരെണ്ണം എടുത്തിട്ട് ഒന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ സീഡിങ് ട്രേയിലുള്ള നമ്മൾ ഇട്ട കമ്പോസ്റ്റ് ഒന്ന് താഴേക്ക് പ്രസ്സായി അമർന്നതിന് ശേഷം മാത്രം നമ്മൾ വിത്ത് പാവുക. വിത്ത് പാകിയതിന് ശേഷം നമ്മൾ ബാക്കിയിരിക്കുന്ന ആ കമ്പോസ്റ്റ് അതിന് മീതെ ഒരു ലെയർ കൂടി ഒന്ന് പതുക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ റിയൽ ഗ്രീൻ ബോക്സ് ആണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഒരു ലൈക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റാക്കി നമ്മുടെ റിയൽ ഗ്രീൻ ബോക്സ് എന്ന പെട്ടിയിലേക്ക് ഇട്ടേക്കുക. സീഡിങ് ട്രേയിൽ വിത്ത് മുളപ്പിക്കുന്ന രീതി മറ്റുള്ളവർ കൂടി പ്രയോജനപ്രദമാകാൻ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കുക. ഇതിനെ തുടർന്ന് മുളക് തൈകളെല്ലാം മുളച്ചതിന് ശേഷമുള്ള വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ആ വീഡിയോ അപ്പോൾ തന്നെ കിട്ടുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ വീണ്ടും കാണും വരെ ബൈ.